നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ഇന്നത്തെ ഈ ദിവസം ആചാര്യസഭയിലേക്ക് ഒരാളെ കൂടെ നമുക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ചടങ്ങൂടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെന്തൊക്കെയാണ്, ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതൊക്കെ നമുക്കൊരു വീഡിയോ ക്ലിപ്പിലൂടെ കാണാം. പ്രൊഫസർ KS രാധാകൃഷ്ണൻ, പ്രശസ്ത എഴുത്തുകാരൻ, വാഗ്മി, തത്വചിന്തകൻ, മുൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃതി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, എറണാകുളം മഹാരാജാസ് കോളേജിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ റീഡറായും സേവനമനുഷ്ഠിച്ചു. ബിരുദാനന്തര ബിരുദതലത്തിൽ 20 വർഷത്തിലേറെ അധ്യാപന പരിചയമുണ്ട് അദ്ദേഹത്തിന്. അദ്വൈത സിസ്റ്റം, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി ഓഫ് സയൻസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ സംഭാവനകൾ. കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ പത്രപ്രവർത്തകനായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃതി സർവകലാശാല, തൃശൂർ കേരള സാഹിത്യ അക്കാദമി എന്നിവിടങ്ങളിൽ ഗവേഷണ ഗൈഡ്, ഇന്ത്യൻ ജേണൽ ഓഫ് സയൻസ് ആൻഡ് റീജിയണൽ പ്രസിദ്ധീകരിക്കുന്ന ഒമേഗ എന്ന ജേണലിന്റെ എഡിറ്റർ പദവിയാണ് അദ്ദേഹം ഇപ്പോൾ അലങ്കരിക്കുന്നത്. 12 പുസ്തകങ്ങളും 100-ലധികം ലേഖനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 30-ലധികം അന്താരാഷ്ട്ര ദേശീയ തല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ആകാശവാണിയിൽ 35-ലധികം പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. വിവിധ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും വിവിധ വിഷയങ്ങളിൽ 150-ലധികം പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. KS രാധാകൃഷ്ണൻ സാറിന് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃതകീർത്തി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ശ്രേഷ്ഠ ഭാരതത്തിന്റെ സഹയാത്രികനായ അദ്ദേഹത്തെ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ആദരവ് സ്വീകരിക്കുന്നതിനായി വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനായിട്ട് അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ സാറിനെയും ഒപ്പം തന്നെ ആചാര്യസഭയിലെ മറ്റംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രാധാകൃഷ്ണൻ സാറിനെ പൊന്നാടി അണിയിക്കാനായിട്ട് സ്വാമിജിയെ ക്ഷണിക്കുന്നു. സാറിന് മെമന്റോ കൊടുത്ത് ആദരിക്കുന്നതിനായിട്ട് കൃഷ്ണചന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഈ വേദിയിൽ വെച്ചിട്ട് രാധാകൃഷ്ണൻ സാറിനെ ഇതുപോലെ ആദരിക്കാൻ സാധിച്ചാലും താങ്കൾക്ക് ഇതുപോലൊരു പുരസ്കാരം ലഭിച്ചതിനും ഞങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാണ്. ഇതിനുവേണ്ടി ഈ വേദിയിലേക്ക് വന്ന എല്ലാ ഗസ്റ്റുകൾക്കും നമ്മുടെ ആചാര്യസഭയിലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 റൗണ്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സംവാദവും കഥാപാത്ര ഭാവ അവതരണവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം വജ്രവ്യൂഹത്തിലൂടെ. വജ്രവ്യൂഹം ആരംഭിക്കാനായിട്ട് ഞാനും ഈ വേദിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളെയാണ്. അപ്പൊ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം AKNM MAM HSS കാട്ടുകുളം, അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം ചാവക്കാട്, അപ്പൊ 4 പേര് റെഡിയല്ലേ? റെഡിയാണ്. ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. പേര് പറഞ്ഞ് നമുക്കൊന്ന് തുടങ്ങാം. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ പേര് നിവേദ്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ സൂരജ്, +2. ഞാൻ ശ്രീനന്ദ്, 10th. ഒരേ ഒരു പെൺതരിയാണ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ചില്ലറ മാറ്റർ ചേട്ടന്മാരാ, എന്നാലും കുഴപ്പമില്ല. നമ്മളുടെ എന്താ പറയുക, നോളജിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് അല്ലേ? നിവേദന എനിക്ക് എന്താ പറയുക, ഈ രാവണനായിട്ടൊക്കെ കണ്ടട്ടെ, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര മാറ്റം കേട്ടോ. ആ രാവണനായിരുന്നു ഈ നിവേദന മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര കിടിലനാട്ടോ. ഇത്രയും ക്യൂട്ട് ബോയ് ആണ് രാവണനായത്.
പിന്നെ എന്നൊന്ന് ഒരു വിളി കൂടെ വിളിച്ചായിരുന്നു, വരതേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല മോനെ നിന്നെ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയാവോ? നിങ്ങൾ ഡിബേറ്റ് ചെയ്യാനുള്ള സബ്ജക്ട് എന്താ? ശൂർപ്പണഖയുടെ തിരസ്കാരം അനീതിയാണോ? അപ്പോ ഇനി നമുക്ക് എന്താണ് അറിയാനുള്ളത്? ആരനുകൂലിച്ച് പറയും, ആര് പ്രതികൂലിച്ച് പറയുന്നു അല്ലേ? അത് തീരുമാനിക്കണത് നമ്മളല്ല, നമ്മുടെ സ്വാമിജിയാണ്. സ്വാമിജിയുടെ മുമ്പിലുള്ള ബൗളിനകത്ത് 2 സ്കൂളുകളുടെയും പേരുണ്ട്. അതിൽ സ്വാമിജി ഏത് പേരാണോ നറുക്കിട്ടെടുക്കുന്നത് അവർ ഈ വിഷയത്തിന് അനുകൂലിച്ചും മറ്റേ ടീം പ്രതികൂലിച്ച് സംസാരിക്കും. പിന്നെ മാർക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ടീച്ചർ 20 മാർക്കിലും ബാക്കി 2 പേരും 10 മാർക്കിലും ആയിരിക്കും മാർക്ക് ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്വാമിജിയുടെ അടുത്തൊന്ന് സെലക്ട് ചെയ്യാൻ പറയാം. സ്വാമിജി. AKNM MAM HSS കാട്ടുകുളം. അപ്പോൾ AKNM MAM കാട്ടുകുളമാണ് അനുകൂലിച്ച് പറയേണ്ടത്. ഇനി അടുത്തതും കൂടെ ഒന്ന്. ഓക്കെ, അപ്പൊ അമൃത വിദ്യാലയം ഉറപ്പായിട്ട് പ്രതികൂലിച്ചാണ് സംസാരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ സംവാദം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കെൽപ്പുള്ള ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. ലക്ഷ്മി ടീച്ചർ പ്ലീസ്. ഒരു പെൺതരിയും 3 പുരുഷ കേസരികളും ഞാൻ ഏറ്റു, കൂട്ടത്തിലൊരു രാവണനും. അപ്പോ ടീച്ചർ ഒന്ന് സൂക്ഷിച്ചു നിന്നോ, ഒന്ന് സൂചന തന്നേ ഉള്ളൂ. അപ്പോ കുട്ടികൾക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. തുടങ്ങല്ലേ? തയ്യാറല്ലേ? വിഷയമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് പഠിക്കാൻ കിട്ടിയപ്പോ എന്താ തോന്നിയത്? നല്ലോണം പറയാൻ പോയിന്റ്സ് ഉള്ള വിഷയമാണെന്ന് തോന്നിയോ? ആശയങ്ങളുള്ള വിഷയമാണെന്ന് തോന്നിയോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ശൂർപ്പണഖ വിഷയത്തിൽ വിവാദങ്ങൾ ഒരിക്കലും തീരുന്നില്ല. ഇന്നും നമ്മൾ രാമായണത്തെ കുറിച്ചുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചാൽ നമുക്ക് ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഒരു 4-5 ചോദ്യങ്ങൾ ഉണ്ടാവും. രാമൻ ശൂർപ്പണഖയോട് അനീതി പ്രവർത്തിച്ചോ എന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. പൊതുസമൂഹം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, രാമായണത്തെ സംബന്ധിക്കുന്ന ഏതൊരു ചർച്ചയിലും വളരെ സജീവമായി മുഴങ്ങി കേൾക്കുന്ന ഒരു ചോദ്യമാണ് ശൂർപ്പണഖ, തിരസ്കാരത്തിലെ നീതി നിഷേധങ്ങൾ. ജീവിതത്തിൽ തിരസ്കരിക്കപ്പെടുകയാണ് രാമന്റെ മുമ്പിൽ നിന്നും ശൂർപ്പണഖ. ഇതിലെ നീതി നിഷേധങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് ശൂർപ്പണഖയ്ക്ക് രാമനിൽ നിന്നും അനീതിയോ, ശൂർപ്പണഖയ്ക്ക് രാമനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ അനുഭവം അനീതിയാണോ എന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കേണ്ടത്? ശൂർപ്പണഖയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, രാമൻ ശൂർപ്പണഖയോട് അനീതിയാണ് പ്രവർത്തിച്ചത് എന്ന പക്ഷത്തിൽ നിങ്ങൾ സംസാരിക്കണം. ശൂർപ്പണഖയോട് രാമൻ നീതി തന്നെയാണ് ചെയ്തത്, രാമൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന പക്ഷമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ചർച്ച ആരംഭിക്കുന്നു. പഞ്ചവടിയിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും വസിക്കുന്ന കാലം. വളരെ മനോഹരമായ ഋതുവാണ്. ശരത്കാലം കഴിഞ്ഞ് ഹേമന്തം വന്നിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും, ആ പഞ്ചവടി മുഴുവനും സൗന്ദര്യം നിറഞ്ഞ ഒരു അനുഭവം. ഈ സമയത്താണ് കാമോപമനായ രാമനെ ശൂർപ്പണഖ കാണുന്നത്. അവൾ ഒരു രാക്ഷസിയായിരുന്നു, കാട്ടിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ശൂർപ്പണഖയ്ക്ക് രാമനിൽ നിന്നും നീതി നിഷേധിക്കപ്പെട്ടോ? രാമൻ ശൂർപ്പണഖയോട് പ്രവർത്തിച്ചത് അനീതിയോ? ഇതാണ് ചോദ്യം. നമ്മളുടെ സമയം ആരംഭിക്കുന്നു. ആദ്യം തന്നെ ഞാൻ വാൽമീകി രാമായണത്തിലെ ഏതാനും വരികൾ പറയാം. ശരത് ഋതു മാറി, ഹേമന്തകാലം വന്നു, നാട്ടാരെല്ലാം കാമപരവശരായിരിക്കെ എന്ന് ലക്ഷ്മണ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാമമോഹിതയായി നടക്കുന്ന, സ്വതന്ത്രയായി നടക്കുന്ന ശൂർപ്പണയുടെ കാര്യം പറയാനില്ല. സ്വതന്ത്രയായി നടക്കുന്ന ശൂർപ്പണഖ എന്ന് പറയുന്നവരുടെ ഒരു കാമത്തോടെ ഒരു പുരുഷനെ തേടി നടക്കുന്ന ഒരു മോശം സ്ത്രീയായ ശൂർപ്പണയെ നമുക്ക് കാണാൻ കഴിയില്ല. തന്റെ ശക്തനായ ജ്യേഷ്ഠനായ രാവണന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടിയും തന്റെ മറ്റു ജ്യേഷ്ഠന്മാരായ ഖര ദൂഷണാദികളോടൊപ്പം വരനെ തേടുന്ന 100% ശരിയാണ്. ഇവിടെ ശാന്തമായി തന്നെ ശൂർപ്പണഖ രാമനോട് പോയി തന്റെ കാമം അറിയിക്കുമ്പോൾ സുന്ദരി എന്ന് വിളിച്ചാണ് രാമൻ അഭിസംബോധന ചെയ്യുന്നത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം രാമന് ഈ ശൂർപ്പണയോടെയുള്ള വിവാഹം യാതൊരു താല്പര്യക്കുറവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഇവിടെ രാമൻ പിന്നീട് ചോദിക്കുന്നു, നീ ആരാണ്, നീ ആരുടേതാണെന്ന്. നീ ആരാണെന്ന ചോദ്യം ന്യായം, നീ ആരുടെ എന്ന ചോദ്യം അന്യായമായി പോയി. ഇതിലൂടെ രാമൻ ശൂർപ്പണയുടെ
പേഴ്സണൽ ആയ കാര്യങ്ങൾ കടന്നു കയറുകയാണ് രാമൻ അത്തരം ഒരു കടന്നുകയറ്റമാണോ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നടത്തിയത്? നിങ്ങൾക്ക് സംസാരിക്കാം. അവിടെ രാമൻ ഒരിക്കലും ഒരു കടന്നുകയറ്റമല്ല ചെയ്തത്. തന്നിലേക്ക് വന്നൊരു പ്രണയാഭ്യർത്ഥന, അത് രാമന്റെ ഇഷ്ടമാണ്, അത് സ്വീകരിക്കണോ തിരസ്കരിക്കണോ എന്നത്. രാമൻ അവിടെ പറഞ്ഞു താൻ ഏകപത്നി വ്രതം എടുത്തിട്ടുള്ളതാണ്, തന്റെ ഭാര്യാസമേതമാണ് താൻ വന്നിട്ടുള്ളത്, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് രാമൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ശൂർപ്പണഖ കേട്ട് മടങ്ങി പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. രാമന് താല്പര്യമില്ലെന്ന് നേരിട്ട് തന്നെ പറയാമായിരുന്നില്ല. അത് എന്തുകൊണ്ട് രാമൻ ചെയ്തില്ല? രാമന് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. ശൂർപ്പണഖയെ അപമാനിച്ചത് പ്രണയാഭ്യർത്ഥന നടത്തിയതിനല്ല, സീതയെ ആക്രമിക്കാൻ ചെന്നപ്പോഴാണ് ലക്ഷ്മണൻ ആക്രമിച്ചത്. അത് താങ്കളുടെ വെറും ഒരു തെറ്റിദ്ധാരണയാണ്. ശൂർപ്പണഖയ്ക്ക് സീതയോ ലക്ഷ്മണനെയോ ആക്രമിക്കാമായിരുന്നെങ്കിൽ ശ്രീരാമൻ തനിക്ക് അനുയോജ്യമല്ല, ലക്ഷ്മണനോട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ തന്നെ ശൂർപ്പണഖ ചെയ്യായിരുന്നു. ശൂർപ്പണഖയ്ക്ക് തന്നോട് അത്രയും ഇഷ്ടമുള്ള ശ്രീരാമന്റെ കൂടെ വന്ന ആൾക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശ്രീരാമൻ ഒരു പക്ഷേ താങ്കളുടെ കാമാഭ്യർത്ഥയെ നിരസിക്കില്ല എന്നുള്ളൊരു തോന്നൽ കാരണമാണ്. സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. എങ്ങനെ പ്രതികരിക്കും? കാമവും പ്രേമവും രണ്ടും വ്യത്യസ്തമായ വികാരങ്ങളാണ്. ശൂർപ്പണഖയ്ക്ക് തോന്നിയത് കാമമാണ്. അത് ശ്രീരാമനോടും തോന്നി, ലക്ഷ്മണനോടും തോന്നി. കാരണം സുന്ദരമായ പുരുഷന്മാരാണ് അവരെല്ലാവരും. അപ്പോൾ ആ കാമം മൂത്തപ്പോൾ പിന്നീട് അവർ നിരസിച്ചതിനുള്ള കാരണം സീതയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സീതയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ശൂർപ്പണഖയാണ് ലക്ഷ്മണൻ അംഗച്ഛേദം ചെയ്യുന്നത്. അല്ലാതെ അവിടെ എല്ലാവരോടും കാമം തോന്നുന്ന ഒരു സ്ത്രീ, ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ശൂർപ്പണഖയെ പറയാൻ പറ്റില്ല. ശൂർപ്പണഖ തന്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം രാവണൻ തന്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠനിൽ നിന്നും അനുവാദം നേടിയിട്ടാണ് അവിടെ പുരുഷന്മാരെ തേടി പോകുന്നത്. പോരാത്തതിന് ശ്രീരാമന്റെ അടുത്ത് എന്ന അഭ്യർത്ഥന എത്തുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് വിടുന്നു, ലക്ഷ്മണൻ തിരിച്ച് ശ്രീരാമന്റെ ഇങ്ങനെ പന്തു തട്ടുകയാണ് അവളെ. ഇങ്ങനെ ധർമ്മ സംസ്ഥാപനത്തിനായി വന്ന് ശ്രീരാമൻ അവിടെ അസത്യം പറയുകയാണ്. ഇതൊരിക്കലും ശ്രീരാമന് ചേർന്നതല്ല. അവിടെ ശൂർപ്പണഖ എന്തും തികച്ചും നിഷ്കളങ്കയായ വിവാഹിതനായ ലക്ഷ്മണനെ അവിവാഹിതനാണെന്ന് ചിത്രീകരിച്ച് ഒരു വരനെ തേടി നടക്കുന്ന അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ടില്ല. ലക്ഷ്മണന്റെ അടുത്തേക്ക് അയക്കുന്നതേ ഉള്ളൂ. ലക്ഷ്മണൻ നിരസിക്കുന്നു, പിന്നീട് രാമന്റെ അടുത്തേക്ക് അയക്കുന്നു. അവിടെ രാക്ഷസിയാണത്, രാക്ഷസിയാണ് ശൂർപ്പണഖ. അവരുടെ ജീവിതത്തിൽ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിനുള്ള ഫലം അവർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിൽ ഹിഡുംബിയും ഭീമനും തമ്മിലുള്ള കല്യാണം നടക്കില്ലല്ലോ. ഭീമൻ ഒരു മനുഷ്യനും ഹിഡുംബി രാക്ഷസിയാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം കഴിക്കണം? ശ്രീരാമന് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഏകപതിവ്രതനാണെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമാക്കാൻ സാധിക്കുക? ഏകപതിവ്രതനാണ്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണന്റെ അടുത്തേക്ക് വിടേണ്ടിയിരുന്നില്ല. ലക്ഷ്മണൻ അവിടെ അവിവാഹിതനാണെന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. ഇവിടെ ശ്രീരാമചന്ദ്രൻ അസത്യമാണ് പറയുന്നത്. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാമം നിരസിക്കുമെന്ന് രാമന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് തന്റെ അനുജന്റെ അടുത്തേക്ക് വിട്ടത്. പരിഹസിക്കേണ്ടതാണ്, കാരണം കാമം തെറ്റായ ഒരു വികാരമാണ്. കാമം തെറ്റായ വികാരമാണ്, പ്രണയമല്ല കാമം. കാമം തെറ്റായ വികാരമാണ്. ശൂർപ്പണഖ രാക്ഷസിയാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പ്രണയമോ അതാണ് പ്രശ്നം, അതിനെ സാധൂകരിക്കും. ആദ്യം തന്നെ ലക്ഷ്മണൻ തന്നെ പറയുന്നു, നാട്ടാർ ഞാൻ പറഞ്ഞുവല്ല ആ വാക്കുകൾ, അതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു ശൂർപ്പണഖ ഒരു കാമം കൊണ്ട് നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ലക്ഷ്മണൻ തന്നെ പറയുന്നു നാട്ടാരെല്ലാം കാമത്തോടെ നടക്കുന്നവരാണ്. മനസ്സിനെ അടക്കിപ്പിടിക്കേണ്ട ഒരാളുടെ കടമയാണ്, അല്ലാതെ മനസ്സിനെ ചരട് പൊട്ടിച്ചതുപോലെ അങ്ങനെ പറത്തി നടക്കാനുള്ള. കാമം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ അടക്കി വെക്കണം, അല്ലാതെ പറഞ്ഞതിന് ശേഷം കൃത്യമായി പറയുക. കാമം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ അടക്കി വെക്കണം, അല്ലാതെ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു നടക്കാനുള്ളതല്ല. ഒരു ഫുട്ബോൾ കളിക്കാരുടെ കാമം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുകയാണ്. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന കുട്ടിയുടെ കാമം എന്ന് പറഞ്ഞാൽ റുബിക്സ് ക്യൂബ്. അല്ലാണ്ട് കാമത്തിന് നിങ്ങൾ ദ്വയാർത്ഥത്തിലാണ് കാണുന്നത്. ഇവിടെ ശൂർപ്പണഖ തികച്ചും നിഷ്കളങ്കമായ സ്ത്രീയാണ്. വർഗവിവേചനം തുടങ്ങിയുള്ള പല കാര്യങ്ങളും. ഇവിടെ ശൂർപ്പണഖ രാക്ഷസിയാണ്, രാമൻ മനുഷ്യനാണ്, ദേവാംശം. ഇവിടെ വർഗവിവേചനവും ജാതി മത ഇതൊക്കെല്ലാം എന്തുകൊണ്ട് ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ചെന്നു? അതാണ് അവിടുത്തെ ചോദ്യം. ആക്രമിക്കാൻ ചെന്നപ്പോഴാണ് ലക്ഷ്മണൻ അംഗച്ഛേദം ചെയ്തത്, അല്ലാതെ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോഴല്ല. ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കറിയാം, നമ്മളോടൊക്കെ ചില ആൾക്കാർ ദേഷ്യപ്പെടുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. ഇവിടെ ശ്രീരാമനും ശൂർപ്പണഖ ദേഷ്യപ്പെടുന്നത് ശ്രീരാമൻ എങ്ങാനും അത് നിരസിക്കാതെ സമ്മതിച്ചാലോ, അപ്പൊ ശൂർപ്പണഖയ്ക്ക് അത് വളരെ സന്തോഷമാവുകയാണ്. ഇവിടെ അതിന് പകരം ശ്രീരാമൻ ലക്ഷ്മണനോട് ആജ്ഞ കൊടുക്കുകയാണ്. പോരാത്തതിന് ശ്രീരാമൻ വനവാസത്തിന് വന്നത് രാജഭാരം ഉപേക്ഷിച്ചാണ്. അങ്ങനെ ശ്രീരാമൻ ഒരിക്കലും ആജ്ഞ കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ ശ്രീരാമൻ ചെയ്തിട്ട് ശ്രീരാമൻ ആജ്ഞാപിച്ചത് തന്റെ അനുജനായ ലക്ഷ്മണനോടാണ്. എന്ത് കാരണം കൊണ്ടായാലും ഒരു ജ്യേഷ്ഠനെ ഒരു അനുജനെ ആജ്ഞാപിക്കാൻ സാധിക്കും. അത് ലക്ഷ്മണനും അറിയാം, ശ്രീരാമനും അറിയാം. ശ്രീരാമൻ അവിടെ തന്റെ അനുജനോടുള്ള വാത്സല്യമാണ് കാണിച്ചത്. ലക്ഷ്മണൻ കാണിച്ചത് ഒരു ജ്യേഷ്ഠത്തെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കടമയാണ്.
പോരാത്തതിന് ഇവിടെ വർഗ വിവേചനം, വർണ്ണ, ജാതി, മത ഭേദങ്ങളെല്ലാം ഇവിടെ എടുത്ത് എവിടെയാണ് ജാതി കാണിക്കുന്നു. മതം ഇവിടെ കാണാൻ സാധിക്കും? ഭേദങ്ങളെക്കുറിച്ച് ജാതി മതം സംസാരിക്കരുത്. എവിടെയാണ് ഇവിടെ കാണാൻ Conclude സാധിക്കും? ഇവിടെ ഇവിടെ ഏത് ജാതിയാണ്? ഇവിടെ രാക്ഷസരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശൂർപ്പണഖ അവിടെ രാവണൻ അവതാരം നിരസിക്കുന്നത്. എടുക്കുന്നത്. രാക്ഷസരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് രാമനും ലക്ഷ്മണനും അവതാരം കണ്ടാൽ ഒരു എടുത്തത്. രാക്ഷസിയാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് തോന്നുന്നതിൽ എവിടെ? രാക്ഷസിയാണെന്ന് അവർക്ക് പൂർണ്ണ ഒരാൾ ബോധ്യമുണ്ട്. സംസാരിക്കും. രാക്ഷസിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അത് അവളുടെ മായാജാലമാണ്, അവളുടെ ശരീര സൗന്ദര്യം അവളുടെ മായാജാലമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള മായാവിദ്യക്കാരിയാണ്. അവിടെയും ശൂർപ്പണഖ ആ പരിഹാസം സഹിക്കുന്നത് ശ്രീരാമനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതൊരിക്കലും ഇഷ്ടം കൊണ്ടല്ല. ഇഷ്ടം കൊണ്ടാണെങ്കിൽ ശ്രീരാമന്റെ അടുത്ത് മാത്രം നിൽക്കണമായിരുന്നു, ലക്ഷ്മണന്റെ അടുത്ത് പോകാൻ പാടില്ല. തനിക്ക് ലക്ഷ്മണന്റെ അടുത്ത് പോയി. അനുരൂപനാണെന്നും ലക്ഷ്മണന്റെ അടുത്ത് പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ലക്ഷ്മണൻ ഒരു ഭാര്യയെ തേടി നടക്കുകയാണെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് വാൽമീകി രാമായണത്തിൽ വാൽമീകി തന്നെ എഴുതിയിട്ടുണ്ട്. ശ്രീരാമൻ അങ്ങനെ പറയുന്നില്ല. ശ്രീരാമൻ ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് നമുക്ക് നോക്കുമെന്ന് സമയമായിരിക്കുന്നു. താങ്കൾ ചിലപ്പോൾ വാൽമീകി രാമായണം നേരെ വായിക്കാത്ത വാൽമീരാമായണം നേരെ വായിക്കാത്തോണ്ടാ അങ്ങനെയല്ല പറഞ്ഞേ. ശരിക്കും പറയാം. അത് വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. നമുക്ക് സമയമുണ്ട്, 7 മിനിറ്റ് അല്ലേ ഉള്ളൂ, അവസാനിപ്പിക്കാതെ വയ്യല്ലോ. പക്ഷെ അത് തുടർന്ന് പോകേണ്ട ചർച്ചയാണ്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ പോയിന്റ്സ് ഇനിയും പറഞ്ഞു തീരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും നമുക്ക് തൽക്കാലം സമയത്തിന്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കാം. വളരെ സജീവമായ, വളരെ വർണ്ണവിവേചനം പോലും ആശങ്കിച്ച, എന്നാൽ രാമന്റെ ധർമ്മബോധത്തെ കൃത്യമായി പിന്തുടർന്ന വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് ഏതാണ്ട് നിങ്ങളൊന്ന് അടങ്ങിയ സ്ഥിതിക്ക് ഇനി ഭരതയെ വിളിക്കാം. ഭരതേ, ഒന്ന് അടങ്ങി. അതെ, ഏകദേശം ഒന്ന് അടങ്ങി. ഇപ്രാവശ്യം എനിക്ക് ചെറിയൊരു കാര്യം, മര്യാദയ്ക്ക് വായിക്കാൻ സമയമുണ്ട്. അല്ല, മര്യാദയ്ക്ക് രാമായണം വായിക്കണം, അതാണ് മനസ്സിലാവാത്തത്. എന്തായാലും അവരവരുടെ പോയിന്റ്സ് പറയാനുള്ള എൻ്റെ മാക്സിമം ശ്രമങ്ങൾ, അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വായിക്കാത്ത അങ്ങനെ വരെ പറഞ്ഞു ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ കൃത്യമായി ഇവർ രാമപക്ഷത്ത് പിടിച്ചു, സ്ട്രോങ് ആയിട്ട് പിടിച്ചു. യെസ് യെസ് യെസ്. അപ്പോൾ താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ആ ഒരു ഡിബേറ്റും കഴിഞ്ഞു അല്ലേ. ഒരേ ഒരു പെൺതരി എന്ന് പറഞ്ഞിട്ട് പെൺപുലീനെയാണ് അഴിച്ചു വിട്ടത് എന്നുള്ളത് പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കമന്റ്സ് ഒക്കെ നമ്മുടെ ആചാര്യസഭയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സ്വാമിജി, രണ്ടുപേരും അവരവരുടെ പോയിന്റ്സ് മാക്സിമം അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടും ഏകദേശം സമാസമം പോകുന്ന രീതിയിലാണ് തർക്കങ്ങൾ അവിടെ മുന്നേറിക്കൊണ്ടിരുന്നത്. ശൂർപ്പണഖ എന്ന സ്ത്രീ, അത് ഒരു സ്ത്രീയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ കാമം പോലും തെറ്റാണെന്ന് ഭാരതീയ തത്വശാസ്ത്രത്തിൽ പറയുന്നില്ല. കാമശാസ്ത്രം എഴുതിയ മുനിവരെയുണ്ട്, വത്സ്യായന മഹർഷി. ഈ ധർമാനുസൃതമായ അർത്ഥകാമങ്ങളാകാം എന്ന് പഠിപ്പിച്ചതാണ് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം. അർത്ഥവും കാമവും മോക്ഷവും, അതാണല്ലോ 4 നെടും തൂണുകളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമാണ്. അപ്പോൾ ധർമാനുസൃതമായ അല്ലാത്ത ഒരു കാമമാണെങ്കിൽ അത് അധർമ്മമായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ശൂർപ്പണഖ എന്ന സ്ത്രീ ശ്രീരാമനെ കാമിച്ചാണ് വരുന്നതെങ്കിൽ അത് യഥാർത്ഥ കാമമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ലക്ഷ്മണനിലേക്ക് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ലോകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവളുടെ പ്രണയം എന്ന് പറയുന്നത് കേവല അഭിനയം മാത്രമാണ് തന്നോടുള്ള എന്ന് ശ്രീരാമചന്ദ്രൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ. അപ്പോൾ ലക്ഷ്മണനിലും ആകാം, എനിക്ക് വേണ്ടി വന്നാൽ ശ്രീരാമനില്ലെങ്കിൽ കുഴപ്പമില്ല, ലക്ഷ്മണനായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, സുന്ദരനായിരിക്കണം എന്നുള്ളതാണ് ശൂർപ്പണഖയുടെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ ആരായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള കാമം, ആ കാമം അപകടകരമായ കാമമാണ്. അത് അധർമ്മത്തിന് വഴിതെളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലർ ശൂർപ്പണഖയുടെ മൂക്കും മുലയും മുറിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, വാൽമീകി അങ്ങനെ പറയുന്നില്ല. മൂർക്കും കർണവുമാണ് മുറിക്കുന്നത്, ചെവിയുമാണ് അതിനകത്ത് വാൽമീകി കാണിച്ച. വേണമെങ്കിൽ വധിക്കാമായിരുന്നു. കാരണം സീതയെ, സ്വന്തം ഭാര്യയെ അവരുടെ കൺമുമ്പിൽ വെച്ച് വധിക്കാനായിട്ട് വരുന്ന ഒരു സ്ത്രീയെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരിക്കലും ഒരു ധർമ്മമല്ല. ആ തടയൽ മാത്രമാണ് അവർ ചെയ്തത്. വേണമെങ്കിൽ വധിക്കാമായിരുന്നു, വധിച്ചില്ല. അപ്പോൾ അവിടെ ഒരു ഔദാര്യം കാണിച്ചു കൊടുക്കുകയാണ് രാമനും ലക്ഷ്മണനും ചെയ്തത്. അതുപോലെ ഈ സീതയെ അത്രയും ദുഷിച്ച് വികൃതയാണ്, ഒട്ടിയ വയറുള്ളവളാണെന്നൊക്കെ പറയുന്ന ഈ ശൂർപ്പണഖ രാവണൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന അത്രയും സുന്ദരിയാണ്, നിനക്ക് ഏറ്റവും ലോകത്തിൽ ഇതേപോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. രാമനോട് പറയുന്നതോ ഇവൾ വികൃതയാണ്, ഒട്ടിയ വയറുള്ളവളാണ്, ഇവളെ നീ ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആ മനസ്സിൻ്റെ ചഞ്ചലാട്ടം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് ആസുരിക സ്വഭാവമാണത്. അപ്പോൾ അത്തരം കാമത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്
നമ്മുടെ തത്വശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേരും നന്നായി പറഞ്ഞു. അഭിനന്ദനങ്ങൾ. നമസ്കാരം. നന്ദി സ്വാമിജി. രാധാകൃഷ്ണൻ സർ. ആദ്യം തന്നെ ഒരു കാര്യം തിരുത്തണം. അതെന്താണെന്ന് വെച്ചാൽ ശൂർപ്പണഖ ആരാണെന്നാ കരുതിയേക്കണ? അച്ഛനും അമ്മയും വേദ അധികാരമുള്ള ബ്രാഹ്മണരാണ്, ചെറിയ ബ്രാഹ്മണരല്ല. അഗ്നിഹോത്ര യാഗം ചെയ്യാൻ അധികാരമുള്ള ബ്രാഹ്മണരാണ്. അപ്പോൾ ജന്മന ബ്രാഹ്മണ സ്ത്രീയാകുന്നു ശൂർപ്പണഖ. അപ്പോൾ അതുകൊണ്ട് ജാതിദോഷത്തിൻ്റെ പേരിലാണ് എന്ന നിങ്ങളുടെ ആർഗ്യുമെൻ്റ് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ശൂർപ്പണഖയ്ക്ക് ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, വായെടുത്താൽ നുണയെ പറയുള്ളൂ. നുണ പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ടൊരു പുരുഷനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ അവനുമായി രമിക്കാം, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രമിക്കാം എന്നാണ്. രമിക്കാം എന്നൊരു സ്ത്രീ കരുതുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ സ്വഭാവശുദ്ധി പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. നിങ്ങളത് സ്വഭാവശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഈ ആർഗ്യുമെൻ്റ് പറയാൻ കാരണം. അങ്ങനെ ഒരാളെ കണ്ടു കഴിയുമ്പോഴേക്കും ഉടനെ എന്നാൽ പിന്നെ രമിക്കുക എന്ന് പറയും. അപ്പോൾ അയാൾ പറയുന്നു, അല്ല എനിക്ക് ഭാര്യയുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഭാര്യയെ ഞാൻ കൊല്ലാം, എന്നിട്ട് നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൂടത്തായി ലൈനിൽ പോയി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇനി ഇത് കഴിഞ്ഞ് രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചു, അതിൽ ക്ഷുഭിതനായിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ശുദ്ധ നുണയാണ് പറയുന്നത്. അങ്ങനെ സ്വഭാവശുദ്ധി അല്പം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ശൂർപ്പണഖ. പിന്നെ വേറൊരു കാര്യം, അയാളത് വായിച്ചിട്ടില്ല എന്ന് നമ്മളൊരു മുൻവിധി എത്തരുത്. അങ്ങനെ പറയരുത്. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് പറയുന്നതാണ്. അയാൾ വായിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? കുറേ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ പറ്റും, അല്ലാണ്ട് വായിച്ചിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു ഡിബേറ്റിൻ്റെ വീര്യത്തിൽ ആക്രമിക്കുകയും അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരസ്പരം പറയാവുന്ന എല്ലാ പള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ. ഒരു ചർച്ച എപ്പോഴും സജീവമാകുന്നതേ നമുക്ക് കിട്ടുന്നത് ഏത് വിഭാഗമായാലും, നാം ചിലപ്പോൾ രാമപക്ഷത്തായിരിക്കും നിൽക്കുന്നത്, പക്ഷെ നമുക്ക് കിട്ടുന്നത് രാവണപക്ഷമാണെങ്കിൽ ചർച്ചയുടെ നിലയ്ക്ക് ചർച്ച വിജയമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സാറ് നിരന്തരം കേൾക്കുന്നുണ്ടാവും, പൊതുസമൂഹത്തിൽ നിന്നും ശ്രീരാമനെതിരെ എപ്പോഴും കേൾക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെയാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്തത്. ആ പൊതുസമൂഹത്തിന്റെ വക്താക്കളായിട്ടാണ് ഒരു വിഭാഗം സംസാരിച്ചത്, മറ്റൊരു വിഭാഗം സംസാരിച്ചത് ഇതിഹാസ പക്ഷത്തിന്റെ വക്താക്കളായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ചർച്ച രണ്ടുപേരും ചേർന്നാണ് പൂരിപ്പിച്ചത്. നിരന്തരം ചോദ്യം ചോദിക്കുന്ന പൊതുസമൂഹവും അതിനുത്തരം കണ്ടെത്തുന്ന ഇതിഹാസ പക്ഷവും. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ സജീവമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. അപ്പോൾ നല്ല കമൻസ് ആണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. സ്വാമിജി, ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് രണ്ട് സ്കൂളിനും കൊടുക്കുന്നത്? 8.5 മാർക്ക് അമൃത വിദ്യാലയം ചാവക്കാടും, 8 മാർക്ക് കാട്ടുകുളം. താങ്ക് യു സ്വാമിജി. 2 പേർക്കും 8.5 വെച്ച്. 2 കൂട്ടർക്കും 8.5 കൊടുത്തിരിക്കുന്നത്. ലക്ഷ്മി ടീച്ചർ. എനിക്കും രണ്ടുപേരുടെയും വാദങ്ങളോട് കൃത്യമായ പൂരിപ്പിക്കൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് 2 പേർക്കും 18.5. 18.5 നല്ല മാർക്സ് ആണല്ലേ. അപ്പോൾ AKNM MAM HSS കാട്ടുകുളത്തിന് ലഭിച്ചിരിക്കുന്ന 35 മാർക്കാണ്. അമൃത വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് അതെ 35.5. രണ്ടും നല്ല മാർക്സ് ആണ്. നിങ്ങൾ 2 കൂട്ടരും നന്നായി തന്നെ ശ്രമിച്ചിരുന്നു. ടീച്ചർ പറഞ്ഞ പോലെ ഒരു വാദവും പ്രതിവാദവും ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ കാര്യങ്ങൾ അടക്കം. ഒരേ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ അല്ലേ. എന്തായാലും വളരെ മനോഹരമായി തന്നെ നിങ്ങൾ 2 കൂട്ടരും മത്സരിച്ചു. അപ്പം ഇനിയുള്ള റൗണ്ടുകളിലും ഇതുപോലെ നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആചാര്യസഭയിലെ മുരളിമേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ സ്വാഗതം. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്, ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പോകുന്ന നമ്മുടെ കുട്ടികളെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ.
ശകുന്തളെ ശകുന്തളെ. ഞങ്ങൾ അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഏക കഥാപാത്ര നാടകം അവതരിപ്പിക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ശകുന്തള എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്. അതിൽ 3 ഭാവങ്ങളാണുള്ളത്: പ്രണയം, വിരഹം, വീര്യം. കണ്ണൻ സാറാണ് ഡയറക്റ്റ് ചെയ്തതും ഞങ്ങളെ പഠിപ്പിച്ചതും. നന്നായി തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പം നല്ല സുന്ദരികളായിട്ട് 3 പേര് ഇവിടെ നിപ്പുണ്ട്. ആദ്യം പേര് പറഞ്ഞ് തന്നെ പരിചയപ്പെട്ടു തുടങ്ങാം. പേര്? അമൃത, എത്രാം ക്ലാസ്സിലാ? +2. നിരഞ്ജന, +2. ദർശന, 9th. 9th. 2 +2കാരും ഒരു 9th കാരും അല്ലേ? എങ്ങനെ സിങ്കായി? നിങ്ങളെ ടീച്ചേഴ്സ് സെലക്ട് ചെയ്തോ അതോ നിങ്ങൾ തന്നെ വന്നതാണോ? സെലക്ട് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് നിങ്ങൾ തന്നെ മതി എന്ന് ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, ഏതാണ് ക്യാരക്ടർ ചെയ്യാൻ? ശകുന്തള. ശകുന്തള. ശകുന്തളയുടെ 3 ഭാവങ്ങളാണ്. ഏതൊക്കെ ഭാവങ്ങളാണ്? ഞാൻ വീരം, വീരം, പ്രണയം, വിരഹം. വിരഹം. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വന്നേക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ തകർക്കാൻ പോവല്ലേ അല്ലേ? നന്നായി ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ സുമംഗലിയായി ചന്ദ്രവംശത്തിൽ പൂർവപരമ്പരയിലുള്ള ഹസ്തിനപുരിയിലെ സദ്രോധന മഹാരാജാവിൻ്റെയും രതന്ത്രി രാജമാതാവിൻ്റെയും പുത്രനും പ്രജാക്ഷേമ തൽപരനും യോദ്ധാവുമായ ദുഷ്യന്ത മഹാരാജാവിനെ ഗാന്ധർവ വിധിപ്രകാരം പരിണയിച്ച ഈ മുനികന്യക ഇനി അവിടുത്തെ പത്നിയാണ്. ആര്യപുത്ര, അവിടെ നിന്നും ഒഴിഞ്ഞില്ലേ? 1000 പൂമകരങ്ങൾ ഒന്നിച്ചു പൂത്തു നിന്നാലും എന്റെ അനുരാഗപുഷ്പമായ നീ ആകില്ല എന്ന് ഈ ശകുന്തളയുടെ രൂപഭംഗി ജന്മം കൊണ്ട് ലഭിച്ചതായി എന്റെ സ്മരണയിലില്ല. ഈ വനഭംഗിയിൽ സുഗന്ധം പരത്തി പൂത്തു നിൽക്കുന്ന വൃക്ഷലതാദികൾ, ചാരത്തുള്ള വർണ്ണങ്ങളായ വള്ളിക്കുടിലിലെ താപസികളുടെയും ആചാര്യന്മാരുടെയും സ്നേഹാന്വേഷണങ്ങൾ, കുളിരലയായി ആനന്ദം തരുന്ന അനുഭൂതിയോടെ ഒഴുകുന്ന മാലിനി നദി, തുണയായി എത്തുന്ന മാൻപേടകൾ, ഇവരുടെ മലർമിഴികളിൽ ഞാൻ അഞ്ജനം എഴുതും. ശകുന്തങ്ങൾ കലപിലയുണ്ടാക്കി കാതിൽ കിന്നാരം പറയും. പിന്നെ എന്റെ 2 കരങ്ങളായ തോഴിമാർ അനസൂയയും പ്രിയംവദയും, എന്നെ ജീവനായി കാത്തു സൂക്ഷിക്കുന്ന എന്റെ പിതാവ് കശ്യപ വംശത്തിലെ കണ്വമുനി. ഇതാണ് ശകുന്തള എന്ന ഈ ലാവണ്യവതി. ഒരു വണ്ട് എനിക്ക് ചുറ്റും വർണ്ണ ചിറകണിഞ്ഞ് സുന്ദര രൂപനായി മൂളി പറന്നപ്പോൾ കാലിൽ ഒരു ദർഭമുന കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഹൃദയത്തിൽ ഒരു കാവ്യം മൂളി. പ്രണയശരം തറച്ച നിർവൃതിയായിരുന്നു അവിടുത്തെ ചെറു മന്ദഹാസം. വിസ്മയം സ്ഫുരിക്കുന്ന മാധുര്യമായ സ്വരം ശ്രവിച്ചപ്പോൾ മനസ്സിൽ അനുരാഗം പെയ്തിറങ്ങുകയായിരുന്നു. ആര്യപുത്ര, അവിടുന്ന് എന്നെ മറന്നുവോ? വസന്തകാലം കഴിഞ്ഞ് ഒരു ശ്രാവണ മാസം വന്നു. ഒരു നാൾ ചതുരംഗ സേനയോടൊപ്പം വന്ന് എന്നെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്തേ അങ്ങ് വന്നില്ല? ഇനിയും ഒരു പൂക്കാലം കാത്തിരിക്കുകയാണ് ഞാൻ. എന്നും വിരഹിണിയല്ലേ ഞാൻ? പ്രിയപ്പെട്ടവൻ ഉപേക്ഷിച്ചു പോയവൾ, രക്തബന്ധങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഖാദരയായവൾ. പ്രാണനാഥ, ഞാൻ അനാഥയല്ല, സനാഥയാണ്. പിതാശ്രീ കണ്വമുനിയിൽ നിന്നറിഞ്ഞ എന്റെ ജന്മകഥ അങ്ങക്ക് അറിവുള്ളതല്ലേ? തോഴിമാരെ, ശകുന്തങ്ങളെ, മാൻപേടകളെ, വനദേവതമാരെ, നിങ്ങളും ഇതറിയണം. ദേവസഭാതലത്തിൽ ആട്ടവും പാട്ടുമായി കഴിഞ്ഞ അപ്സരസായ മേനകയാണ് എന്റെ മാതാവ്. എന്റെ പിതാവ് സപ്തർഷിയും രാജർഷിയും കഴിഞ്ഞ് ഇന്ദ്രപദത്തിനായി ഭൂമിയിൽ കഠിന തപസ് ചെയ്ത ഗാദിപുത്രനായ വിശ്വാമിത്ര മഹർഷിയാണ്. സിംഹാസനം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ദ്രദേവന്റെ ശാസന. മാതാവ് മേനകയോട് ഭൂമിയിൽ ചെന്ന് പിതാവിന്റെ തപസ് മുടക്കണം.
ഗഗനചാരിയായി മാതാവ് വന്നു. ബ്രഹ്മർഷിയുടെ ഉഗ്ര തപസ്സിന് അന്ത്യം കുറിച്ചത് മാതാവിന്റെ നൃത്യ സൗന്ദര്യത്തിൽ മയങ്ങിയ ഋഷിവര്യൻ എനിക്ക് ജന്മം നൽകിയപ്പോഴാണ്. എന്നെ മാലിന്യ തീരത്ത് ഉപേക്ഷിച്ച് ദേവലോകത്തേക്ക് പോയി മറിഞ്ഞു ജനയിത്രി. ഇനിയും ഒരു തപസ്സിനായി ജനയിതാവും നടന്നകന്നു. ശകുന്തങ്ങൾ ചുറ്റും കാവലിരുന്നു. പുള്ളിമാനുകൾ മൂർധാവിൽ ചുംബിച്ചു. കണ്വമുനി എന്നെ എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ശകുന്തങ്ങൾ ചുറ്റും കാവലിരുന്നത് കൊണ്ട് തേനും വൈമ്പും നാവിൽ തേച്ച് എന്നെ ഒരു പേര് വിളിച്ചു, ശകുന്തള. അനസൂയെ, പ്രിയംവദേ, ഈ ഞാൻ ഇണയുടെ ഏകാന്തതയിൽ തുണയാകേണ്ടവൾ, പതിഗൃഹത്തിലെ ലക്ഷ്മിയാകേണ്ടവൾ, കലങ്ങാത്ത ആഴി പോലെ ഊഴി പോലെ ഇനിയും എന്റെ പ്രിയതമന് വേണ്ടി ഈ ശകുന്തള കാത്തിരിക്കും. അല്ലയോ ദുഷ്യന്ത മഹാരാജൻ, ഈ ഹസ്തിനപുരിയിലെ രാജസദസ് സാക്ഷി നിർത്തി ഞാൻ യാചിച്ചു. എന്നിട്ട് അങ്ങയ്ക്ക് അറിയില്ല പോലും. ഞാൻ ആവർത്തിക്കുന്നു, കണ്വാശ്രമത്തിൽ വെച്ച് അങ്ങ് ഗാന്ധർവൻ ചെയ്ത ശകുന്തളയാണ് ഞാൻ. ഈ നിൽക്കുന്ന പിഞ്ചു ബാലകൻ അങ്ങയുടെ മകനും അങ്ങയുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരാളായ എല്ലാം അറിയാവുന്ന ഉപവിഷ്ടനായ മാധ്യമനും. മൗനം. രാജാവും രാജ്യസഭയും എന്നെ അപമാനിച്ചു. ദുഷ്ട താപസി, ക്രോധം കൊണ്ട് ചഞ്ചല, അസത്യം പറയുന്നവൾ, കണ്വനെ നിത്യാപവാദമുണ്ടാക്കിയവൾ, പ്രിയപ്പെട്ടവന്മാരെ തേടി പോകുന്ന മേനകയുടെ മകൾ, മണിമുക്താഭരണ വസ്ത്രാദികൾ വാങ്ങി എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. ഈ വാക്കുകൾ ഞാൻ സഹിക്കില്ല, പറക്കില്ല. ഗാന്ധർവൻ ചെയ്തതിന്റെ തെളിവ് ചോദിക്കുന്നു. വിവാഹ നാളിൽ അവിടുന്ന് തന്ന മുദ്രമോതിരം, അത് സോമവതാര തീർത്ഥത്തിൽ സ്നാന സമയത്ത് കളഞ്ഞുപോയി. രാജാധിപനോട് ഒന്ന് ഉണർത്തിക്കുന്നു, നാഗരിക ലോകത്തു നിന്നും ശല്യപ്പെടുത്തലില്ലാത്ത സ്വര്യ ജീവിത സ്ഥാനങ്ങളായ വനത്തിലേക്കുള്ള രാജാവിന്റെയും സേനയുടെയും ആ വിവാഹ നാളിലെ കടന്നുകയറ്റം. അന്നു മുതൽ ഈ ശകുന്തളയുടെ സ്വച്ഛ ജീവിതത്തിന്റെ തകർച്ച കൂടിയായിരുന്നു. കാട്ടിൽ അതിക്രമിച്ചു കയറാനും തകർക്കുവാനുമുള്ളതാണ് ഹരിതാപയും ജീവജാല പ്രപഞ്ചമെങ്കിൽ സാത്വികരായ ആശ്രമവാസികൾക്കത് സഹജീവനത്തിന്റെ സൗഹാർദ്ദിടമാണ്. പ്രാണഭയത്താൽ കണ്ടുനാളം തിരിക്കുന്നത് അഴകുള്ള കാഴ്ചയായി ആസ്വദിക്കുന്ന മാനസികാവസ്ഥയാണ്. അതിക്രൂരമായ ബാണം പ്രകൃതിയുടെ കുസുമതയിൽ ചെങ്കല്ല് പോലെ പതിക്കരുതെന്ന മുനി ശ്രേഷ്ഠന്മാരുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആസ്ഥാന മണ്ഡപത്തിനോടുള്ള എന്റെ മുന്നറിയിപ്പ്. നാം തമ്മിൽ കടുകും കുന്നും പോലുള്ള അന്തരമുണ്ട് രാജൻ. കണ്വാശ്രമത്തിൽ പൂജയും പ്രാർത്ഥനയുമായി കഴിഞ്ഞ വെറും പെണ്ണല്ല ഞാൻ. ലോക ജീവിതത്തിന്റെ ആഴവും പരപ്പും അറിവായി നേടിയവളാണ് ഞാൻ. അബലയായ ഒരു ആശ്രമ കന്യകയെ ചതച്ചു കടന്നുപോയ രാജപുങ്കവ, ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. ഇത് പറയുന്നത് മുനി കന്യകയായ വന കന്യകയാണ്. ലോകത്ത് ദുരിത ജീവിതം നയിക്കുന്ന സ്ത്രീകൾ നിശബ്ദമായിരുന്നു കണ്ണീർ വാർക്കുകയല്ല വേണ്ടത്. പറയാനുള്ളത് നേരെ പറയണം. അതാണ് സ്ത്രീ. അവൾ മാതൃദേവതയാണ്, ശക്തി സ്വരൂപിണിയാണ്. ഇത് ശകുന്തളയുടെ വിജയഗാഥ. അങ്ങനെ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ? എന്തായാലും പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സ്വാമിജി, വളരെ നന്നായിട്ട് അവർ ആ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ അതിനോട് നീതി പുലർത്താൻ ശ്രമിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ വ്യാസൻ്റെ കഥാപാത്രമായ ശകുന്തളയും കാളിദാസൻ്റെ കഥാപാത്രമായ ശകുന്തളയും തമ്മിൽ കുറച്ച് കാര്യത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ദുർവാസാവ് അദ്ദേഹം കണ്വാശ്രമത്തിൽ വരുന്ന സമയത്ത് ദുഷ്യന്തനെ ചിന്തിച്ച് മറന്നിരിക്കുന്ന ഒരു സമയമാണ് അവിടെ കാളിദാസൻ്റെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോഴാണ് അദ്ദേഹം ശപിക്കുന്നത്, നീ ആരെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിന്നെ മറന്നുപോട്ടെ എന്നുള്ളത്. ആ ശവം കാളിദാസൻ്റെ കഥയിൽ വരുന്നതാണ്. വ്യാസൻ്റെ ഭാരതത്തിലെ ശകുന്തളയിൽ അതില്ല. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച ശേഷം അദ്ദേഹം മടങ്ങുകയാണ്. പിന്നെ അതിനുശേഷം കുട്ടിയായ ശേഷമാണ് കുട്ടിയും കൊണ്ട് പോകുന്നത്. കാളിദാസൻ്റെ കഥയിൽ വരുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ചെല്ലുന്നതായിട്ടാണ്, ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നതായിട്ടാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മുദ്രാമോതിരം തിരിച്ചു കിട്ടുമ്പോൾ രാജാവിന് ഓർമ്മ വരും എന്ന് കാളിദാസൻ അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ദുഷ്യന്തനെ മോശമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ദുഷ്യന്തൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് ദുർവാസാവിൻ്റെ ശാപം കൊണ്ടാണ് ഈ ഒരു ഗതി ശകുന്തളയ്ക്ക് വന്നത് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ആകാം കാളിദാസൻ ഒരുപക്ഷെ അങ്ങനെ ഒരു കഥ അവിടെ കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വ്യാസൻ്റെ ഭാരതത്തിൽ അതല്ല കാണുന്നത്. ശകുന്തള അവിടെ അശരീരി ഉണ്ടാവുകയാണ്. അശരീരിയിലാണ് അവിടെ ബോധ്യപ്പെടുത്തുന്നത്, സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നത് ആകാശത്ത് നിന്ന് ആകാശവാണിയായിട്ട് വരുന്ന അതിലാണ് ബോധ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു മുക്കുവന് ഈ മുദ്രാമോതിരം കളഞ്ഞു പോയപ്പോൾ അത് മുക്കുവന് കിട്ടുകയും മുക്കുവൻ കൊണ്ടുവന്ന് ആ മുദ്രാമോതിരം കാണിക്കുന്ന സമയത്താണ് ദുഷ്യന്തന് പൂർവ്വകാലങ്ങളിൽ താൻ ഗാന്ധർവ വിധിപ്രകാരം ശകുന്തള വിവാഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അങ്ങനെ അദ്ദേഹം സ്വീകരിക്കുന്നതായിട്ടാണ്. അങ്ങനെ കുറ്റവിമുക്തനാക്കി മാറ്റുന്ന ഒരു ചിത്രമാണ് കാളിദാസിൻ്റെ ഇതിൽ കൊണ്ടുവരുന്നത്. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. സർ, നന്നായി ചെയ്തു എന്ന് പറയാം. വിശേഷിച്ചും ഈ കുട്ടിയുടെ പേരെന്താണ്? മോളുടെ പേരെന്താ? ദർശന. ദർശനയുടെ മനസ്സിൽ ശകുന്തള ഉണ്ടായിരുന്നു. വേദവ്യാസൻ്റെ ശകുന്തളയാണ് എനിക്ക് ഇഷ്ടം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊട്ടാരത്തിലേക്ക് മകനുമായി കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ മകനാണ്, ഇവൻ ചക്രവർത്തിയാകും നിങ്ങളുടെ സഹായമില്ലെങ്കിലും, പക്ഷേ ഇവനെ സ്വീകരിച്ച് ചക്രവർത്തി ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. മേനകയുടെയും വിശ്വാമിത്രൻ്റെയും മകളാണ്. എന്നെ പോറ്റി വളർത്തിയത് കണ്ണു മഹാമുനിയാണ്. എൻ്റെ പാരമ്പര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഈ സിംഹാസനത്തെ എനിക്ക് ഭസ്മമാക്കാൻ കഴിയും. കാരണം സത്യത്തിന് അങ്ങയേക്കാൾ വിലയുണ്ട്. സത്യത്തിന് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ചക്രവർത്തി ഈ കുമാരനെ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ശകുന്തളയുണ്ട്. ഇത്രയും ബോൾഡായ ഒരു ക്യാരക്ടർ വേറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കേരളത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കുഞ്ചാക്കോയുടെ ശകുന്തള വന്നതോടുകൂടി അങ്ങനെ ഒരു ഈ എന്താ പറയേണ്ട ഒരു മരഞ്ചുറ്റി പ്രേമത്തിൽ ഒതുങ്ങിപ്പോകാവുന്നതാണ് ശകുന്തളം എന്ന് ധരിച്ച് വശമായി പോയിട്ടുണ്ട്. അതല്ല, വിശേഷിച്ചും വ്യാസൻ്റെ ശകുന്തള എനിക്ക് തോന്നുന്നത് ലോക സാഹിത്യത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ സ്ത്രീയാണ്. എന്തായാലും നന്നായി ചെയ്തു, വിശേഷിച്ചും ഈ കുട്ടി. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ? ശകുന്തള എനിക്ക് ഇതിഹാസ നായികമാരിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. വാസ്തവത്തിൽ ഇതിഹാസത്തിലെ എല്ലാ നായികമാരിലേക്കും വേദവ്യാസൻ ഈ ദ്രൗപദിയെ സൃഷ്ടിക്കാനെടുത്ത ഒരു അഗ്നി ഉണ്ടല്ലോ. ദ്രൗപദി അഗ്നിയിൽ നിന്നാണ്, യാഗാഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. ഈ ദ്രൗപദിയുടെ പാത്ര സൃഷ്ടിക്ക് വേണ്ടി വേദവ്യാസൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു അഗ്നി ഈ എല്ലാ കഥാപാത്രങ്ങളുടെയും, സ്ത്രീ കഥാപാത്രങ്ങളുടെയും ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദമയന്തിയിൽ ഏറ്റവും തീവ്രമായ ഭാവം നമുക്ക് കാണാം. ശകുന്തളയിൽ ഏറ്റവും പ്രൗഢമായ ഒരു സ്ത്രീയുടെ ഭാവം കാണാം. സാവിത്രിയിൽ നേർക്കുനേരെ നിന്നുകൊണ്ട് തൻ്റെ യുക്തി കൊണ്ട്, തൻ്റെ സാമർഥ്യം കൊണ്ട് യമദേവനോട് സംസാരിക്കുകയാണ് സാവിത്രി. വ്യാസന്റെ മാനസപുത്രിമാരാണ് ഇവരെല്ലാവരും. അങ്ങനെ ഒരു വേദവ്യാസ ഭഗവാന്റെ മാനസപുത്രിയാകുമ്പോൾ രാധാകൃഷ്ണ സാറ് പറഞ്ഞ പോലെ അവൾ എത്ര ഉൾക്കരുത്തുള്ള സ്ത്രീ ആയിരിക്കും. കാളിദാസന്റെ ശകുന്തളയുടെ ഒരൊറ്റ വാക്യം മതി, അത് വ്യാസഹൃദയത്തെ മുഴുവൻ ഉൾക്കൊണ്ട വാക്യമാണ്. അനാര്യ എന്ന് വിളിക്കുന്നുണ്ട്. യോഗ്യതയില്ലാത്തവനെ എന്നൊക്കെ അർത്ഥമെടുക്കാം അതിന്. അതായത് ഒരു രാജാധികാരത്തോട് ഇത്ര ശക്തമായി തൻ്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ, തൻ്റെ സത്യത്തെക്കുറിച്ച് പറയാൻ, തൻ്റെ നീതിബോധത്തെക്കുറിച്ച് പറയാൻ ഒരു സ്ത്രീക്ക് സാധിക്കുന്നെങ്കിൽ ആ സ്ത്രീയെ സൃഷ്ടിച്ച ഭാരതത്തിൻ്റെ സങ്കല്പം, ഭാരതത്തിൻ്റെ സ്ത്രീത്വ ആദർശം എത്ര വലുതായിരിക്കും. നിങ്ങളുടെ അവതരണം എനിക്ക് ഒരു സമ്പൂർണമായ ഒരു ശകുന്തളയുടെ ഭാവം അനുഭവപ്പെട്ടു. പക്ഷേ ചിലയിടത്ത് എവിടെയൊക്കെയോ
ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴുള്ള ഒരു 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 ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ശകുന്തളയെ മനസ്സിൽ അനുഭവിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ. യെസ്, നമസ്കാരം. ഇറ്റ് വാസ് ഗുഡ്. കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നില്ല? അങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ലക്ഷണമാണത്. ഈ നിങ്ങൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, ഈ നമ്മൾ ചുരിദാറോ അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടോ ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ തരം ഇന്ത്യൻ കോസ്റ്റ്യൂംസ് ഇടുന്ന സമയത്ത് അതിനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് വരണം. ഞാനിത് പേഴ്സണലായിട്ട് തന്നെ പറയാം. ഇപ്പം നിൽക്കുന്ന നിപ്പ് നോക്കിയാൽ തന്നെ ഇതിൽ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിങ്ങൾ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ കാണാൻ പറ്റും. എനിക്ക് കാണാനുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ സാരി വിട്ടിപ്പോൾ ചേച്ചി നിൽക്കുന്നത് നോക്കൂ. ആ സാരിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, മനസ്സിലായല്ലേ? അത് നിങ്ങൾ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളോട് ഈ കോസ്റ്റ്യൂം ഇട്ട് അവിടെ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ ഇല്ല, പറ്റില്ല. ഈ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഈ കോസ്റ്റ്യൂമാണ് ഇടുന്നത് എന്ന് മനസ്സിൽ കാണുകയും ഈ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ബോഡി അതിലേക്ക് പോവുകയും വേണം. പലപ്പോഴും പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 എനിക്ക് ജീൻസ് ഇട്ട് നടക്കുന്ന പോലെയാണ് തോന്നിയത്. അതല്ല, ദിസ് കോസ്റ്റ്യൂം ഈസ് ഡിഫറെൻറ്റ്, മനസ്സിലായില്ലേ? ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ഇന്നർ സെൽഫ് ശകുന്തളയിലേക്ക് പോകണം. മനസ്സുകൊണ്ട് നമ്മൾ ശകുന്തളയാവണം. അപ്പോൾ ശകുന്തള നടക്കുന്ന രീതിയും നിങ്ങൾ സ്കൂളിലെ റിഹേഴ്സൽ ഹാളിലും പരീക്ഷാ ഹാളിലും ഗ്രൗണ്ടിൽ നടക്കുന്നതും വ്യത്യാസമുണ്ട്, അല്ലേ? പ്രണയം ചെയ്ത ആളാരാ? എന്താ പേര്? നിരഞ്ജന ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇത് തോന്നിയത്, യെസ്, ദറ്റ് മനസ്സിൽ ആ സാധനം വരുന്നുണ്ട്. ഏത്? നമ്മൾ തന്ന ഭാവം, പ്രണയം എന്നുള്ള ഭാവം വരുന്നുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. പക്ഷെ ആ ഡയലോഗ് പറഞ്ഞോടുകൂടി അതങ്ങോട്ട് പോയി. ഇതെല്ലാം ഒന്നാണ് മോളെ, മനസ്സിലായില്ലേ? ശകുന്തളയുടെ പ്രണയം, ആ പ്രണയം തോന്നുന്ന ശകുന്തള സംസാരിക്കുന്നു. അപ്പം അതിന് റിതം ഇസ് ഡിഫറെൻറ്റ്, മനസ്സിലായില്ലേ? ആ പ്രണയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് വ്യത്യാസം വരും. എൻ്റെ അഭിപ്രായത്തിൽ ആ മ്യൂസിക് മോളുടെ ഡയലോഗ് തുടങ്ങിയതിന് ശേഷമാണ് ആ മ്യൂസിക് വന്നത്. ആ മ്യൂസിക് കുറച്ചൊന്ന് വന്ന് അതൊന്ന് എടുത്ത്, കാരണം അതൊക്കെ സഹായിക്കും നമ്മളെ. ഈ കോസ്റ്റ്യൂംസ് സഹായിക്കുന്ന പോലെ തന്നെ മ്യൂസിക്കും നമ്മളെ സഹായിക്കും. അതൊന്ന് എടുത്ത് ആ പ്രണയപൂർവ്വം ഒന്ന് എണീറ്റിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എണീക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിപ്പം ചില അവിടെ ഒരു ലെവൽ കൊണ്ട് വെച്ചു, അതിൽ ഒരു 2 സെക്കൻഡ് ഇരുന്നു, എണീറ്റിട്ട് പോലും ഇത് 3 പേർക്കുള്ള ഒരു നോട്ടാണ്, നിൽക്കുന്നില്ല. യു ആർ ജസ്റ്റ് വാക്കിംഗ് ബാക്ക്, വാക്കിംഗ് സൈഡ്, വാക്കിംഗ് അറൗണ്ട്. ഗിവ് ഇറ്റ്. ഒന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നടന്നാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പം ചിലതിന്, ഇപ്പം മോളുടെ പേരെന്താ? ദർശനയുടെ ചിലതൊക്കെ മുന്നോട്ട് വരണം. വന്നാൽ തന്നെ അത് നന്നാവുള്ളൂ. അത് വന്നിരുന്നു. പക്ഷെ അത് അവിടെ വരാൻ പാടുള്ളൂ. എല്ലാ സമയത്തും മുന്നോട്ടും പിന്നോട്ടും പോയി കഴിഞ്ഞാൽ ആ മുന്നോട്ട് വന്ന് പറയുന്ന ഡയലോഗിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും. മറ്റൊന്ന്, ഒരു മെയിൻ സാധനം, നിങ്ങൾ കാണുന്ന അരയന്നത്തെ, നിങ്ങൾ കാണുന്ന മാനിനെ, നിങ്ങൾ കാണുന്ന അനസൂയ, നിങ്ങൾ കാണുന്ന പ്രിയമത, ഇവരെ ആരും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നില്ല അവരെ. നിങ്ങൾ അവരെ കണ്ടാലേ ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ആ കാണണമെങ്കിൽ നിങ്ങൾ അകക്കണ്ണുകൊണ്ട് കാണണം. ഈ വെറുതെ ഇതുകൊണ്ട് കണ്ടാൽ പോരാ, നോക്കി അവിടെ കണ്ടു, അവിടെ നിന്ന് ചിരിച്ചു, അത് വരണം. ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ. അപ്പോഴാണത് നന്നാവുക. അപ്പോഴാണ് നമുക്ക് യെസ്, വി ആർ സീയിങ് സംതിങ് ഡിഫറെൻറ്റ് എന്ന് തോന്നുക. ദർശനയിടയിലേക്ക് വന്നപ്പോഴേക്കും യു സ്റ്റാർട്ടഡ് വിത്ത് വെരി സ്ട്രോങ് എമോഷൻ. എനിക്ക് തോന്നുന്നത് വീരത്തേക്കാൾ കൂടുതൽ ക്രോധമായിരുന്നു എന്നാണ്. അത് കുഴപ്പമില്ല കേട്ടോ, ആ പേര് തെറ്റിപ്പോയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. എന്തായാലും ക്രോധം നന്നായിട്ടുണ്ടായിരുന്നു. വീരെന്ന് പറയേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല, ക്രോധമായിരുന്നു. ക്രോധം നന്നാവുകയും ചെയ്തിരുന്നു. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു മുരളി ചേട്ടാ. അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്സ് ചോദിച്ചാലോ? സ്വാമിജി, ഔട്ട് ഓഫ് 10? 8.5. 8.5 ഔട്ട് ഓഫ് 10. സർ? 8 മാർക്ക്. 8 ഔട്ട് ഓഫ് 10. ടീച്ചർ? 7.5. 7.5 ഔട്ട് ഓഫ് 10. ഇനി 20-ൽ 14. 20-ൽ 14 മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 38 ഔട്ട് ഓഫ് 50. നല്ല മാർക്കാണ് അല്ലേ?
അതെ അതെ. ഓ, അദ്ദേഹത്തിനെയാണ്. മോളുടെ പേരെന്തായിരുന്നു? അമൃത. അമൃത ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് മാർക്ക് കുറച്ചു കൊടുത്താലും കൂട്ടിക്കൊടുത്താലും നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് ഒരു സ്ഥായി ഭാവം സെറ്റ് ചെയ്തിട്ട് വന്നേക്കണേ. ഇവിടെ വരത ചേച്ചി എന്ത് വേണേ പറഞ്ഞോ, ഞാൻ അനങ്ങൂല. ബെറ്റ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. ഇനിയും റൗണ്ടുകൾ ഇങ്ങനെ കിടക്കുകയാണല്ലേ, നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള സ്കോറുകളൊക്കെ ഇനിയായാലും കൊണ്ടുവരാം അല്ലേ. അപ്പൊ എന്തായാലും ഇനിയുള്ള റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കണ്ടത് തിരസ്കാരത്തിലെ നീതി നിഷേധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് റൗണ്ടായിരുന്നു. അതിനുശേഷം ശകുന്തളയുടെ 3 ഭാവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.